السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، وما أرسلناك إلا رحمة للعالمين. قال الله عز وجل: الراحمون يرحمهم الرحمن ارحموا من في الأرض يرحمكم من في السماء. قال رسول الله: يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني، فكن أماني من شر الحياة ومن شر الممات ومن إحراق جسماني. ഉമ്മത്ത് സയ്യിദിന മുഹമ്മദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരന്മാരെ, സഹോദരികളെ, മുത്തുനബിയുടെ മീലാദിൻ്റെ മാസമായ റബീഉൽ അവ്വൽ, അതിൻ്റെ 1 മുതൽ തുടങ്ങിയ മുസ്ലിം ഉമ്മത്തിൻ്റെ ആഹ്ലാദം, അതിൻ്റെ ഭാഗമാണ് ഈ സദസ്സ്. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തോട് സ്നേഹമുള്ള, ബഹുമാനമുള്ള ആളുകൾ മാത്രമേ അള്ളാഹുവിൻ്റെ അരികിൽ മുഅ്മിനായി പരിഗണിക്കപ്പെടുകയുള്ളൂ. ആ ബഹുമാനവും സ്നേഹവും ഉള്ളവർക്ക് അവിടുന്ന് ജനിച്ച മാസത്തെ ആദരിക്കാതിരിക്കാൻ കഴിയില്ല, സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. അവിടുത്തെ മദ്ഹുകൾ പാടിപ്പറയാതിരിക്കാൻ കഴിയില്ല. സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും ആ സ്വഭാവക്കാരായിരുന്നു. മുത്തുനബിയെ പറ്റി പാടുകയും പറയുകയും ചെയ്തവരാണ് സ്വഹാബാക്കൾ. അതിനുവേണ്ടി വേദികൾ ഒരുക്കിയവരാണ് സ്വഹാബാക്കൾ. അതിന് പ്രോത്സാഹനം നൽകിയവരാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. പലപ്പോഴും ഞാൻ അതിൻ്റെ രേഖകളൊക്കെ നമ്മുടെ നാട്ടിൽ, നമ്മളെ ഈ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും മറ്റ് ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ ഇഷ്ടംപോലെ സംഭവങ്ങൾ അതിന് കാണാവുന്നതാണ്. അവിടുത്തെ മദ്ഹിന്റെ സദസ്സിൽ മുത്തുനബി തന്നെ പങ്കെടുത്തതും, സ്വഹാബത്ത് പാടിയതും പറഞ്ഞതും, ഹൽക്കയിട്ടിരുന്നതും, സദസ്സുകൾ സംഘടിപ്പിച്ചതും, കുട്ടികൾ പാടിയതും, ദഫ് മുട്ടിയതും, സ്റ്റേജ് കെട്ടിയതും എല്ലാം ബുഖാരിയിലും മുസ്ലിമിലും ബൈഹഖിയിലും ഹദീസിന്റെ കിതാബുകളിലൊക്കെയുണ്ട്. ഇപ്പോൾ കൂടുതലായി അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉത്തമരായ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്നവരാണ്. നബിയോട് തുല്യമായ ഒരു വ്യക്തിയെ അള്ളാഹു തആല പടച്ചിട്ടില്ല. എല്ലാ വിഷയത്തിലും പരിപൂർണനാണ് നബി തങ്ങൾ. ഒന്നിനും അവിടത്തേക്ക് കുറവില്ല.
ഭംഗിയും സ്വഭാവവും ജീവിത ചിട്ടയും എല്ലാ നിലക്കും പൂർത്തിയായവരായിരുന്നു നബി തങ്ങൾ. സ്വഹാബത്തിൽ പറയുന്നു, ലം നറ മിസ്ലഹു ഖബ്ലു വ ബഅദ. നബിയോട് തുല്യമായൊരു വ്യക്തിയെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, കാണുമെന്ന് തോന്നുന്നുമില്ല. ഇത് ഒരു സ്വഹാബിയുടെ വാക്കല്ല. എല്ലാ സ്വഹാബിമാരുടെയും ആശയം, അവരുടെ വാക്കുകൾ ഇതേ രൂപത്തിലാണ് കാണുന്നത്. അവിടുത്തെ സൽസ്വഭാവം, അവിടുത്തെ ജീവിതം, വ്യക്തിപരമായ ജീവിതം, കുടുംബത്തോടുകൂടെയുള്ള ജീവിതം, സമൂഹത്തിലുള്ള ജീവിതം, എല്ലാ നിലക്കും ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അവിടുത്തെ കാരുണ്യം, സ്നേഹം, മമത, എല്ലാ വസ്തുക്കളോടും അവിടുന്ന് ചെയ്ത കാരുണ്യം പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. മനുഷ്യരോട്, ജിന്നിനോട്, ജിന്നിനോട്, മറ്റ് ജീവികളോട്, നിർജീവികളോട്, സസ്യങ്ങളോട് ഒക്കെ അവിടുന്ന് കാണിച്ച കാരുണ്യത്തിന്റെ ഭാഗങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ വളരെ കൂടുതലുണ്ട്. കുട്ടികളോട് അവിടുന്ന് കാണിച്ചിരുന്ന സ്വഭാവം, കാരുണ്യ സ്വഭാവം വല്ലാതെ നമ്മെ സ്വാധീനിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇഷ്ടംപോലെ ഹദീസുകളിൽ കാണാം. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യസിഫു അബ്ദുല്ലാഹി ഉബൈദല്ലാഹി വകസീർ ബനിൽ അബ്ബാസ്, അല്ലാഹുവിന്റെ റസൂലിന്റെ എളാപ്പയായ അബ്ബാസ് തങ്ങളുടെ മക്കളായ അബ്ദുല്ല, ഉബൈദുല്ല, കസീർ എന്ന മക്കളെ അണിയായി റസൂലുള്ളാഹി നിർത്തും. ചെറിയ മക്കളാണ്, അവരെ നബി തങ്ങൾ അണിയായി നിർത്തും. തുമ്മ യഖൂലു, എന്നിട്ട് പറയും, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം നോക്ക്, പറയും, മൻ സബഖ ഇലയ്യ ഫലഹു കദാ വകദാ, ആരാണോ എന്നെ കൊള്ള ആദ്യമായി എത്തുന്നത്. 3 മക്കളെ ദൂരെ നിർത്തിയിട്ട് റസൂലുള്ള ദൂരെ നിന്നിട്ട് പറയുന്നു, ആരാണോ മൻ സബഖ ഇലയ്യ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരാണോ ആദ്യമായി എന്നിലേക്ക് എത്തുന്നത്, ആരാണോ ഫസ്റ്റ് വാങ്ങുന്നത്, എങ്കിൽ ഫലഹു കദാ വകദാ, അവന് ഞാൻ ഇന്നാലിന്നത് കൊടുക്കുന്നതാണ്, ഇന്ന മിഠായി അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സമ്മാനം തരും എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയും. ആരോടാണ് ഈ കളിക്കുന്നത്? ആരുമായാണ് കളിക്കുന്നത്? നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മക്കളോട് ബഹുമാനപ്പെട്ട മുത്തുനബി കാണിക്കുന്നത് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളോടോ റസൂലുള്ളാഹിന്റെ കുട്ടികളോടോ അല്ല, എളാപ്പന്റെ മക്കളോടുള്ള സ്നേഹശൈലിയാണിത്. നാം ഈ രംഗങ്ങളൊക്കെ മറന്നുപോയി. ജേട്ടന്മാരെ മക്കളെ നമുക്കറിയില്ല, അനുജന്മാരെ മക്കളുമായി നമുക്ക് ബന്ധമില്ല, കുടുംബങ്ങളുടെ കുട്ടികളുമായി നമുക്കറിയില്ല, കണ്ടാൽ സംസാരിക്കാൻ തോന്നുന്നില്ല. ഈ രൂപത്തിൽ നമ്മുടെ ഹൃദയം കറുത്തുപോയി. വീട്ടിലുള്ള മക്കളെ മാത്രം അറിയുന്നൊരവസ്ഥ. അല്ലാഹുവിന്റെ റസൂൽ യസിഫു അബ്ദുല്ലാഹി വ ഉബൈദല്ലാഹി വ കസീർ ബനിൽ അബ്ബാസ്, അവിടുത്തെ എളാപ്പയായ അബ്ബാസ് തങ്ങളുടെ മക്കളാകുന്ന അബ്ദുള്ളയെയും ഉബൈദുള്ളയെയും അതുപോലെ കസീറിനെയും ദൂരെ നിർത്തിയിട്ട് മൻ സബഖ ഇലയ്യ ഫലഹു കദാ വകദാ, എളാപ്പന്റെ മക്കള്, ജ്യേഷ്ഠന്മാരെ മക്കള്, അയൽവാസികളുടെ മക്കള്, അവരൊക്കെ നാം സ്നേഹിക്കണം. അവരെ നേരെ കണ്ണുരുട്ടുകയോ പേടിപ്പിക്കുകയോ ചെയ്യരുത്. അവർ ചെറിയ മക്കളാണ്, അവരെ കയ്യിൽ അബദ്ധങ്ങൾ ഉണ്ടാകും. അതിന് നാം അവരെ ചീത്ത പറയുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുത്.
മക്കള് പള്ളിയിൽ വരുമ്പോൾ ചെറിയ നിലക്കൊന്ന് ശബ്ദമുണ്ടാകുമ്പോഴേക്കും മക്കളോട് നല്ല രൂപത്തിൽ പറയാതെ വല്ലാതെ കുട്ടികളോട് ശകാരിക്കുന്നവരുണ്ട്. സൂക്ഷിക്കണം, ചെറിയ മക്കളെ അങ്ങനൊന്നും പറയാൻ പാടില്ല. കുട്ടികൾ നമ്മെ പേടിച്ചുകൊണ്ട് നമുക്ക് വഴിപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് നഷ്ടമാണ്. സ്നേഹവും പേടിയും കലർന്നതായിരിക്കണം കുട്ടികളോടുള്ള പെരുമാറ്റം. അല്ലാഹുവിന്റെ റസൂൽ അവരെ സ്വപ്പണിയായി നിർത്തിയിട്ട് ആരാണോ മുൻകടന്ന് വരുന്നത്, ആരാണോ ഫസ്റ്റ് വാങ്ങുന്നതെങ്കിൽ അവർക്ക് ഞാൻ ഇന്നാലിന്നത് കൊടുക്കുമെന്ന് പറയും. ഹദീസിൽ കാണാം, ഖാല മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് തങ്ങൾ പറയുന്നു, ഫസ്ബിഖൂന ഇലൈഹി, ആ ടൈമിൽ അതാ ആ മക്കളതാ ഓടുകയാണ് നബി തങ്ങളെ കൊള്ളെ. ഫയഖറൂന അലാ ദഹ്രിഹി വസദ്രിഹി, അങ്ങനെ റസൂലുള്ളാഹിന്റെ പുറത്തും നെഞ്ചിലും ആ കുട്ടികൾ വീഴുന്നതാണ്. ദൂരെ മക്കളെ നിർത്തിയിട്ട് റസൂലുള്ള നിൽക്കുകയല്ല, ഇരിക്കുകയാണ്. ആ കുട്ടികൾ വന്ന് നെഞ്ചിന് വീഴുന്നു, പുറത്ത് കയറുന്നു. ഫയുഖബ്ബിലുഹും വയൽതസിമുഹും, സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കണം. ഫയുഖബ്ബിലുഹും, ആ മക്കൾ റസൂലുള്ളാഹി തങ്ങളെ ചുംബിക്കുന്നതാണ്. വയൽതസിമുഹും, നെഞ്ചിലേക്ക് കൂട്ടിപ്പിടിക്കുന്നതാണ്. തന്റെ എളാപ്പന്റെ മക്കളോട് ചെയ്യുന്ന സ്വഭാവമാണിത്. റസൂലുള്ളാഹിന്റെ നെഞ്ചിൽ ആ കുട്ടികളെ ചവിട്ടി കയറുന്നു, പുറത്ത് കയറുന്നു, അവരെ കൂട്ടിപ്പിടിച്ച് അവർക്ക് ചുംബനങ്ങൾ അർപ്പിക്കുന്നു. ആരാണ് ഈ ചെയ്യുന്നത്? ലോകത്തിന്റെ നേതാവ്, എല്ലാ നിലക്കും എല്ലാ അറിവുകളും പൂർത്തിയായ എല്ലാ ശുദ്ധതയുമുള്ള നബിയുനാ റസൂലുള്ളാഹി. ഈ സ്വഭാവങ്ങളൊക്കെ നമ്മൾ എടുത്തുപോയി. മക്കളോട്, സ്വന്തം മക്കളോട് വരെ കൃപയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. അല്ലാഹുവിന്റെ റസൂല് കുട്ടികളോട് കാണിക്കുന്ന അവസ്ഥ കണ്ടാൽ, കുട്ടികളോടെന്ന് മാത്രമല്ല എല്ലാ വസ്തുക്കളോടും നബി തങ്ങളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഇമാം ബുഖാരി അവിടുത്തെ അദബുൽ മുഫ്രദിൽ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ വിഷയം? അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അഖദ, നബി തങ്ങൾ പിടിക്കുന്നു, രണ്ട് കൈ കൊണ്ട് പിടിക്കുന്നു, ജമീഅൻ, രണ്ട് കൈയും ഒഴുക്കയായി കൊണ്ട് പിടിക്കുന്നു, ബികഫയിൽ ഹസനി വൽ ഹുസൈൻ, അവിടുത്തെ രണ്ട് പേരമക്കളായ ഹസൻ ഹുസൈൻ, അവരുടെ രണ്ട് കൈകളും റസൂലുള്ളാഹി അങ്ങനെ പിടിക്കുന്നു. റസൂലുള്ളാഹിന്റെ രണ്ട് കൈയിലും മുറുകെ പിടിക്കുന്നു. വഖദമൈഹി അലാ ഖദമി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ കാലുമ്മലേക്ക് ആ കുട്ടികളുടെ കാല് കെട്ടിവെച്ചിരിക്കുന്നു. ഒരു കുട്ടിയെ ഇങ്ങോട്ട് പിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ കാലിൽ ആ കുട്ടിയെ വെച്ചിരിക്കുന്നു. ആ കുട്ടിയുടെ രണ്ട് കാലും ആ കാലിൽ വെച്ചിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ ചെയ്യുന്നത്, റസൂലുള്ളാഹി യഖൂൽ, നബി തങ്ങൾ പറയുന്നു, ഇർഖ, കയറുക കയറുക. കുട്ടിയുടെ രണ്ട് കൈയും പിടിച്ചിരിക്കുന്നു. നബി തങ്ങളുടെ കാലിൽ കാറ്റി വെച്ചിട്ട് കയറുക എന്ന് പറഞ്ഞ് ചവിട്ടി 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 ആ കുട്ടിയതാ കാല. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഫറഖൽ ഗുലാം, അപ്പോൾ ആ കുട്ടി കയറുകയാണ്. ഹത്താ വലഅ ഖദമൈഹി അലാ സ്വദരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ കുട്ടി വന്ന് 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 റസൂലുള്ളാഹിന്റെ നെഞ്ചിലാണ് കാല് വെക്കുന്നത്. കുട്ടിയുടെ കൈ ഇങ്ങനെ പൊക്കി കൊടുക്കുന്നു. പൊക്കിക്കൊടുത്ത് കുട്ടി കയറി 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 റസൂലുള്ളാഹിന്റെ നെഞ്ചിലെത്തുന്നു. തുമ്മ ഖാല റസൂലുള്ളാഹ്, നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്ന ഹസൻ തങ്ങളോട്, നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്ന ഹുസൈൻ തങ്ങളോട് നബി തങ്ങൾ പറയുന്നു, ഇഫ്തഹ് ഫാക്, വാ തുറക്കുമോനെ. തുമ്മ ഖബ്ബല, എന്നിട്ട് റസൂലുള്ളാഹി വായിൽ അവിടുത്തെ ചുണ്ട് വെക്കുന്നു. പേരമക്കളോടുള്ള സ്നേഹം. സഹോദരന്മാരെ, നെഞ്ചത്തേക്ക് കാറ്റുന്ന കുഞ്ഞുമക്കളെ കാലിൽ കയറ്റിട്ട് ഇർക്ക ഇർക്ക ഇർക്ക. ചില റിപ്പോർട്ടിൽ കാണാം ഇർക്ക അയിന ബക്ക, മൂട്ടക്കണ്ണേ മൂട്ടക്കണ്ണേ അഥവാ ചെറിയ കണ്ണേ എന്നുള്ള അർത്ഥത്തിന് റസൂലുള്ള തമാശ പറഞ്ഞുകൊണ്ട് കുഞ്ഞനെ കുഞ്ഞനെ എങ്ങനെ പറഞ്ഞ് കാറ്റി കാറ്റി നെഞ്ചിലെത്തിയിട്ട് വാ തുറക്കൂന്ന് പറഞ്ഞ് ആ കുട്ടിയെ കൊണ്ട് അതാ കുട്ടിയുടെ വായിൽ മുത്തുനബിന്റെ ചുണ്ട് വെച്ച് ചുംബിക്കുന്നു. ഹസൻ ഹുസൈൻ തങ്ങളോട് റസൂലുള്ള ചെയ്തിരുന്ന സ്വഭാവമാണ്.
എല്ലാ കുട്ടികളോട് നബി തങ്ങളുടെ സ്വഭാവം അങ്ങനെ തന്നെയായിരുന്നു. തന്റെ ചങ്ങാതിമാരുടെ മക്കൾ, നാട്ടിലെ അയൽവാസികളുടെ മക്കൾ, എല്ലാവരോടും നബി തങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. അതാ റൂമിൽ റസൂലുള്ള മുട്ടുകുത്തി ഇങ്ങനെ നടക്കുന്നു. ഹദീസിൽ കാണാം, ഹസൻ തങ്ങളും ഹുസൈൻ തങ്ങളും റസൂലുള്ളാന്റെ കഴുത്തിലും അതുപോലെ തന്നെ മുതുവിലും കയറിയിരുന്നിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ മൂരിയാക്കിയിരിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങളെ. ആ റൂമിൽ ഇതാ റസൂലുള്ള മുട്ടുകുത്തി കുട്ടികൾക്ക് നടന്നു കൊടുക്കുന്നു. നബി തങ്ങളുടെ മുകളിൽ യാത്ര ചെയ്യുന്നത് 2 മക്കളാണ്, ഹസൻ ഹുസൈൻ. അങ്ങനെ നടക്കുന്നത് കണ്ടു വാതിലിന്റെ ഉള്ളിലൂടെ ഒരു സ്വഹാബി അത് കണ്ടപ്പോൾ സ്വഹാബി പറഞ്ഞു, നിഅ്മൽ മർകബ്, നല്ല വണ്ടിയാണല്ലോ കിട്ടിയത്. റസൂലുള്ള പറയുന്നു, ബൽ വ നിഅ്മർ റാകിബാൻ, വണ്ടി മാത്രമല്ല വണ്ടിയിലെ യാത്രക്കാരും നല്ലവർ തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. എത്രയോ ഹദീസുകളിൽ ഇതിന് സമാനമായി കാണാം. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വേണ്ടി സ്ത്രീകൾ വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് നിസ്കരിക്കുമ്പോൾ അതാ പെട്ടെന്ന് ചിലപ്പോൾ നിസ്കരിക്കും. കാരണം ആ കുട്ടികൾ കരയുമ്പോൾ ഉമ്മമാർക്ക് പ്രയാസമായിരിക്കുമെന്ന് മനസ്സിലാക്കി ആ വന്ന ഉമ്മമാരെ പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി റസൂലുള്ള വേഗത്തിൽ നിസ്കരിക്കുന്നതാണ്. എത്രയോ സംഭവങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് അവിടുത്തെ കാരുണ്യം ലോകത്ത് എല്ലാവരോടും ചെയ്തിരുന്നതാണ്. ചെറിയ മക്കളോട് ചെയ്ത കാരുണ്യത്തിന്റെ ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ പാവപ്പെട്ടവരോട് ബഹുമാനപ്പെട്ട അബൂ യഅ്ല തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന യഅതി ളുഅഫാൽ മുസ്ലിമീൻ, റസൂലുള്ളാഹിന്റെ സ്വഭാവം മദീനയിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ വീട്ടിൽ റസൂലുള്ളാഹി പോകും. വയസൂറുഹും, അവരെ സന്ദർശിക്കും. വയഊദു മർളാഹും, അവര് രോഗികളുണ്ടായാൽ രോഗികളെ കാണാൻ പോകും. വയഷ്ഹദു ജനായിസഹും, അവരിൽ പാവപ്പെട്ടവരുടെ ജനാസകൾക്ക് പങ്കെടുക്കും. പണക്കാരന്റെ ജനാസക്ക് പോവുക, പണക്കാരന്റെ മരണത്തിന് മാത്രം വരിക, അങ്ങനെയല്ല നബി തങ്ങൾ ഉണ്ടായിരുന്നത്. സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങൾ പറഞ്ഞു, ഇബ്ഗുനി ഫീ സ്വഹാലിക്കിൽ അൻസാർ, അൻസാറുകളിൽ പാവപ്പെട്ടവരുണ്ടല്ലോ, സ്വഹാബിമാരാകുന്ന അൻസാറുകൾ, അവരിൽ പാവപ്പെട്ടവരിൽ എന്നെ നിങ്ങൾ തേടണം. അഥവാ പാവപ്പെട്ടവരിലാണ് എന്നെ നിങ്ങൾക്ക് കിട്ടുക. പാവപ്പെട്ടവരോട് സ്നേഹം കാണിക്കണം. മുത്തുനബി പറഞ്ഞു, അർറഹിമൂൻ യർഹമുഹുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. അർറഹിമൂൻ, കാരുണ്യം ചെയ്യുന്നവർ, യർഹമുഹുർ റഹ്മാൻ, ആരോടെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാത്തിനോടും കാരുണ്യം ചെയ്യണം. എല്ലാ സാധനത്തോടും കാരുണ്യം വേണം. കാരുണ്യമുള്ളവർ അല്ലാഹു അവർക്ക് കാരുണ്യം ചെയ്യും. അല്ലെങ്കിൽ മലക്കുകൾ അവർക്ക് കാരുണ്യം ചെയ്യും. അല്ലാഹു അവർക്ക് കാരുണ്യം ചെയ്യും. ഇർഹമൂ, നിങ്ങൾ കാരുണ്യമുള്ളവരാകണം. മൻഫിൽ അർളി, ഭൂമിയിലുള്ള എല്ലാത്തിനോടും നിങ്ങൾ കാരുണ്യമുള്ളവരാകണം. എങ്കിൽ യർഹംകും മൻ ഫിസ് സമാ, വാനലോകത്തുള്ള മലക്കുകൾ നിങ്ങളോട് കാരുണ്യം ചെയ്യുന്നതാണ്. മനുഷ്യരോട് മാത്രമല്ല മുത്തുനബി തങ്ങൾ കാരുണ്യം ചെയ്തത് ജിന്നുകളോട്. മുത്തുനബി പറഞ്ഞു, നിങ്ങൾ മാളത്തിൽ മുദ്രിക്കരുത്. ജിന്ന് താമസമുള്ള സ്ഥലമായിരിക്കാം മാളം, അതുകൊണ്ട് നിങ്ങൾ അവിടെ മൂത്രിക്കരുത്. മുത്തുനബി പറഞ്ഞു, എല്ലിന്റെ മുകളിൽ മൂത്രിക്കൽ ഹറാമാക്കി നബി തങ്ങൾ. എന്തുകൊണ്ട്? എല്ല് ജിന്നിന്റെ ഭക്ഷണമാണ്. പറയുന്നു, നിങ്ങളെ സഹോദരന്മാരായ ജിന്നുകൾ ഭക്ഷിക്കുന്ന ഭക്ഷണമാണ് എല്ല്. അതുകൊണ്ട് അതിന്റെ മുകളിൽ നിങ്ങൾ മൂത്രിച്ച് നിങ്ങളെ നജസാക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കാണാം, അതാ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഒരു പാമ്പ് പ്രത്യക്ഷപ്പെട്ടാൽ, സാധാ വരുന്ന പാമ്പിനെ പറ്റിയാണ് പറയുന്നത്, മനുഷ്യനെ ചുറ്റിപ്പറ്റി വരുന്ന പാമ്പുകൾ ഉണ്ടെങ്കിൽ, ആ പാമ്പ് കൊണ്ട് നിങ്ങൾക്ക് ശല്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഈ വീടിന്റെ മുറ്റത്തേക്ക് ഇനി വരാൻ പാടില്ല. പിന്നെയും കണ്ടാൽ പിന്നെയും പറയണം. 3 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ട് പിന്നെയും വന്നാൽ അതിനെ നിങ്ങൾക്ക് കൊല്ലാം. അഥവാ പാമ്പ്, ജിന്ന് പാമ്പുകളുണ്ട്, ജിന്ന് പാമ്പിന്റെ
രൂപത്തിൽ വരുന്നതുണ്ട്. അവകളെ നിങ്ങൾ കൊല്ലുന്ന മുമ്പ് നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, ഞങ്ങളെ ശല്യപ്പെടുത്തരുതെന്ന് വിളിച്ചു പറയണം. വല്ലാത്ത കാരുണ്യമാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ജീവികളോട് മൊത്തമുള്ളത്. നിങ്ങൾ നോക്കൂ, മറ്റു ജീവികളോടുള്ള കാര്യങ്ങൾ നോക്കിയാൽ ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹായിതൻ, ഒരു സ്വഹാബി പറയുന്നു, ലിറജുലിൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരാളുടെ ഒരു തോട്ടത്തിൽ നബി തങ്ങൾ ചെന്നു. ഫൈദാ ഫീഹി ജമലുൻ, അപ്പോൾ അങ്ങകലെ ആ തോട്ടത്തിൽ ഒരു വലിയ ഒട്ടകം നിൽക്കുന്നുണ്ട്. ഫലമ്മാ റഅ അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ആ ഒട്ടകം കണ്ടപ്പോൾ ഹന്നാ, അത് തേങ്ങാൻ തുടങ്ങി. വദരിഫത്ത് ഐനഹാ, ആ ഒട്ടകത്തിന്റെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് ഒലിക്കാൻ തുടങ്ങി. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു. ജീവികൾക്ക് റസൂലുള്ളാഹിന്റെ സ്നേഹം അറിയാം. മറഅൈനൽ ഇസഹന്നത് ഫിസ്റാ ഇല്ലാ ഇലൈകി വൽ ഗമാമ ഖദ് അവല്ലത് വൽ മലാ സ്വല്ലു അലൈകി. അതാ യാത്ര ചെയ്യുന്നത് എവിടേക്കാണെന്ന് മദീനയിലേക്ക് പോകുന്ന യാത്രക്കാര് അവരതാ കാഫില കെട്ടി ഒട്ടകങ്ങളുടെ മുകളിൽ 40ഉം 50ഉം ഒട്ടകങ്ങളുടെ മുകളിൽ കയറി അതാ മരുഭൂമിയിലൂടെ മദീനയിലേക്ക് പോകുന്ന യാത്രക്കാർ അതാ കുറച്ച് വൈകുന്നേരമായി കഴിഞ്ഞാൽ സാധാരണ യാത്രയിൽ ക്ഷീണിച്ചത് കൊണ്ട് തന്നെ ഒട്ടകങ്ങളോ കുതിരകളോ പിന്നെ നടക്കാൻ കൂട്ടാക്കില്ല, അതിന് റെസ്റ്റ് കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ റെസ്റ്റ് കഴിഞ്ഞ് ഏകദേശം സുബഹിയോടടുക്കുന്ന ടൈമിലാണ് രണ്ടാമത് യാത്ര തുടങ്ങാറുള്ളത്. എന്നാൽ മദീനയിലേക്ക് പോകുന്ന ഒട്ടകങ്ങൾ, കുതിരകൾ, ആ കുതിരകൾക്ക് അതാ ഉറക്ക് വരുന്നില്ല, അത് ക്ഷീണം കാണിക്കുന്നില്ല. തഹ്തൽ മഹമീലി തൽഹസൂ, അതതാ അതിന്റെ നാവിനെ പുറത്തേക്ക് തള്ളിയിട്ടിട്ടുണ്ട്. അതിന് വല്ലാത്ത പ്രയാസമുണ്ട്, പക്ഷേ അത് കെടുക്കാൻ കൂട്ടാക്കുന്നില്ല. നബിയെ ഞങ്ങൾ കണ്ടിട്ടില്ല, അൽ ഈസ ഒട്ടകങ്ങളെ കണ്ടിട്ടില്ല. പതിരാവുകളിൽ യാത്ര ചെയ്യുന്നതിൽ അതിയായ ഹനീനോടുകൂടെ അങ്ങനെ യാത്ര നടക്കണമെന്ന താല്പര്യത്തിൽ നബിയെ തങ്ങളിലേക്കല്ലാതെ ഒട്ടകങ്ങൾ കരയുന്നത് കണ്ടില്ല. നബിയെ ജീവികൾക്ക് മുഴുവനും നബി തങ്ങളെ അറിയാം, മരങ്ങൾക്ക് നബി തങ്ങളെ അറിയാം, പ്രകൃതിക്ക് നബി തങ്ങളെ അറിയാം എന്ന് ഇന്ന് അന്ന് മാത്രമല്ല ഇന്നും എന്നും നബി തങ്ങളെ അറിയുന്നതാണ്. ഭൂമിയിലുള്ള എല്ലാ മരങ്ങൾക്കും നബി തങ്ങളെ അറിയും, അള്ളാഹുവിനെ അറിയും, നബി തങ്ങളെ അറിയും. നബിയെ അറിയാത്ത ഒരു ജീവിയില്ല, ഒരു മരമില്ല. അഅറാബി മുസ്ലിമാകാൻ വന്ന് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ നിങ്ങൾ പ്രവാചകരാണെന്നതിന്റെ തെളിവ് എന്താണ്? നബി തങ്ങൾ ചോദിച്ചു, എന്താണ് നിനക്ക് തെളിവ് വേണ്ടത്? ആ നിൽക്കുന്ന പടവൃക്ഷമുണ്ടല്ലോ, ആ വലിയ മരം, അത് നിന്റെ അരികിൽ വരണം, എന്നിട്ട് ഷഹാദത്ത് ചൊല്ലണം, അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം, ആ മരത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല. മുത്തുനബി പറഞ്ഞു, നീ പോയി വിളിക്കുക, ഞാൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി. നബി തങ്ങളുടെ ബുദ്ധിയാണത്. അഥവാ നബി തങ്ങൾ നേരിട്ട് വിളിച്ചിട്ട് അത് എന്തോ തന്ത്രമാണെന്ന് തോന്നണ്ട, നിന്റെ നാവ് കൊണ്ട് വിളിച്ചോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ വിളിക്കുന്നുണ്ട് മരമേ എന്ന് പറയുക. ആ അഅറാബി നേരെ ചെന്നിട്ട് സംഭവിക്കുകയില്ല എന്ന നിലക്കായിരിക്കണം പറയുന്നു, നിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നുണ്ട്. ആ ടൈമിലെ ഹദീസിൽ കാണാം, ആ മരമതാ അതിന്റെ 4 ഭാഗത്തേക്കും ചായുകയാണ്, വേര് പൊട്ടിക്കുകയാണ്. ഒരു ബുദ്ധിയുള്ള സാധനത്തെ പോലെ അത് 4 ഭാഗത്തേക്കും ചാഞ്ഞിട്ട് അതിന്റെ വേരുകൾ അറുത്ത് അഷ്ജാറു സജിദതൻ തംശീ ഇലൈഹി അലാ സഖീം ബിലാ ഖദമി മൗലായ. കാലില്ലാതെ തണ്ടിന്റെ മുകളിലായി ഭൂമിയെ കീറിക്കൊണ്ട് ആ മരമതാ നബി തങ്ങളെ അരികിലേക്ക് വരുന്നു. വന്നെന്ന് മാത്രമാണോ ഷഹാദത്ത്
ചെല്ലുന്നു. മാത്രമാണോ തിരിച്ചു പോകുന്നു, അവിടെ തന്നെ നിൽക്കുന്നു. ആ മരം അതാ ഉണങ്ങുന്നില്ല. പിന്നെയും എത്രയോ കാലം ആ മരം നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടതായ ആ തോട്ടത്തിലുള്ള ആ ജമൽ, ആ ഒട്ടകം അതാ ഹന്ന തേങ്ങാൻ തുടങ്ങി. വദരിഫത്ത് ഐനാ, അതിന്റെ കണ്ണിന്ന് ധാരധാരയായി കണ്ണുനീര് ഉറ്റാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ സ്നേഹത്തിന്റെ നിറകുടമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി, ജീവികളോട് വല്ലാത്ത സ്നേഹമുള്ള നബിതങ്ങൾ, ഫതാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ അതിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ഒരു മൃഗമായിരുന്നാലും അതിനെ നാം സ്നേഹിക്കണം. നബിതങ്ങൾ ഇതാണ് പഠിപ്പിക്കുന്നത്. മൃഗങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല. വല്ലാതെ ആടുകളെയും മൂരികളെയും അടിക്കുന്നവരുണ്ട്, അത് ചെയ്യാൻ പാടില്ല. അതിനെ പ്രയാസപ്പെടുത്തുന്നവരുണ്ട്. മുത്തുനബി പറയുന്നു, ഒരു മൃഗത്തെ ഒരു പശുവിനെ കറക്കുകയാണെങ്കിൽ നിന്റെ നഖം മുറിക്കാതെ അതിന്റെ മുല പിടിക്കരുത്. നഖം മുറിക്കാതെ അതിനുടെ മുല പിടിക്കരുത്. നിന്റെ കൂർത്ത നഖമാ വീർത്ത മുലയിൽ കോർത്തു പോകരുത്. അതിനെ അസഹ്യമാക്കരുത്. തഴവയുടെ പാട്ടിൽ കാണാം. അത്രയും റസൂലുള്ള സ്നേഹം പറഞ്ഞിട്ടുണ്ട്. ആ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് വെള്ളം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിനെ അഴിച്ചു കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്, അതിനെ കട്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ ശിക്ഷ ആ പേരിൽ നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്തൊരു കാരുണ്യമാണ്! ആ മൃഗത്തിന്റെ അരികിലേക്ക് നബിയുനാ റസൂലുള്ളാഹി അതാ നടക്കുകയാണ്. ഹദീസിൽ കാണാം, അതിന്റെ ആ രണ്ട് ചെവിയുടെ പിൻഭാഗത്ത് ഇങ്ങനെ അവിടുത്തെ തൃക്കരം കൊണ്ട് ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ തടകി കൊടുക്കുന്നു. സ്നേഹമാണത്. മനുഷ്യകോലത്തിൽ പടക്കപ്പെട്ടില്ല എന്നതുകൊണ്ട് ഒരു സാധനത്തിനെയും താഴ്ത്താൻ പാടില്ല. ഓരോ ജീവിയെയും പടച്ചത് റബ്ബാണ്, എല്ലാത്തിനെയും പടച്ചത് റബ്ബാണ്. ഈ ഓർമ്മ നമുക്ക് വേണം. ആ മൃഗത്തിനെ നമുക്ക് കീഴ്പ്പെടുത്തിയത് റബ്ബാണ്. നാം കീഴ്പ്പെടുന്നവനും അത് കീഴ്പ്പെടുത്തുന്നവനും കീഴ്പ്പെടുത്തപ്പെട്ടവരും അത് കീഴ്പ്പെടുത്തുന്നവനുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഒട്ടകത്തിന്റെ സ്ഥാനത്ത് അതാ പുലിയാണെങ്കിൽ, സിംഹമാണെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ തടകി കൊടുക്കുകയാണ്. ഫഖാല, എന്നിട്ട് റസൂലുള്ള പറയുന്നു, മൻ റബ്ബു ഹാദൽ ജമൽ, ഈ ഒട്ടകത്തിന്റെ ഉടമ ആരാണ് എന്ന് റസൂലുള്ള ചോദിക്കുന്നു. കുറച്ച് ചോദിച്ചപ്പോൾ അൻസാറുകളിൽപ്പെട്ട ഒരു യുവാവ് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരുന്നു. ഫഖാല ലഹു, നബി തങ്ങളോട്, ആ നബി തങ്ങൾ അയാളോട് പറയുന്നു, അഫലാ തത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ, ഈ പാവപ്പെട്ട മിണ്ടാപ്രാണിയോട്, ഈ മിണ്ടാപ്രാണിയുടെ കാര്യത്തിൽ റബ്ബിനെ നിനക്ക് പേടിയില്ല മോനെ? എന്തേ വിഷയം? അല്ലത്തി മല്ലക്കല്ലാഹു ഇയ്യാഹ, നിന്റെ ഉടമത്തരത്തിൽ അല്ലാഹു അത് നിനക്ക് തന്നു എന്നല്ലാതെ നിനക്കതിനെ ഒന്നും ചെയ്യാൻ അവകാശമില്ല. റബ്ബിനെ നീ പേടിക്കുന്നില്ല മോനെ. ഫഇന്നഹു ശകാ ഇലയ്യ, ആ മൃഗമിതാ എന്നോട് സങ്കടം പറയുന്നു. എന്തേ? അന്നക തുജീഉഹു, നീ അതിന് വിശപ്പ് അടക്കി കൊടുക്കാറില്ല. അതിനെ വിശപ്പിക്കുന്നതാണ്, അതിന് ഭക്ഷണം കൊടുക്കാറില്ല. വതുദീബുഹു, അതിനെ വല്ലാതെ ജോലി ചെയ്യിപ്പിച്ച് ക്ഷീണിപ്പിക്കുന്നു എന്ന് ആ മൃഗം എന്നോട് പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ജീവികൾ സംസാരിക്കാറുണ്ട്. ഇഷ്ടം പോലെ ആ വിഷയത്തിൽ ചരിത്രങ്ങളുണ്ട്. അതാ ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്തേ നീ മൃഗത്തെ കഷ്ടപ്പെടുത്തിയത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു. ആട് വളർത്തുന്നവർ, പശുവിനെ വളർത്തുന്നവർ, എരുമയെ വളർത്തുന്നവരും ഒക്കെ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ അതാ കാരുണ്യം പറഞ്ഞു തന്നവരാണ്. മനുഷ്യർക്ക് മാത്രമല്ല അവിടുന്ന് കാരുണ്യം പറഞ്ഞു തന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വലിയ ഭീതിയോടുകൂടെ നാം ഉൾക്കൊള്ളണം. ദഖലത്ത് ഇംറഅത്തുൻ ഇന്നാറ ഫീ ഹിറത്തിൻ അബസത്ഹാ വലം തുതിംഹാ വമാ അർസലത്ഹാ تأكل من خشاش الأرض قال رسول الله.
ദഖലത്തിമ്രാത്തുൻ ഒരു പെണ്ണ് കടന്നു, ഫിന്നാരി നരകത്തിൽ കടന്നു. എന്തേ ആ പെണ്ണ് ചെയ്ത തെറ്റ്? ഓള് നിസ്കാരം ഒഴിവാക്കിയവളാണോ? നോമ്പൊഴിവാക്കിയവളാണോ? നന്മകൾ ചെയ്യാത്തവളാണോ? അല്ല അല്ല, അവള് നിസ്കരിക്കാത്ത പേരിലല്ല, നോമ്പോ മറ്റ് കടമകളോ നിർവഹിക്കാത്ത പേരിലല്ല അവള് നരകത്തിൽ കടന്നത്. ഫീ ഹിർറതീൻ, ഒരു പൂച്ചയുടെ കാരണമാണ്, ഒരു പൂച്ചയാണ് അവള് നരകത്തിൽ കടക്കാനുള്ള കാരണം. നിങ്ങൾ നോക്കൂ, ജീവികളോട് കാരുണ്യം ചെയ്ത നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഒരു പൂച്ചയാണ് ഒരു പെണ്ണിനെ നരകത്തിൽ കടത്തിയത്. എന്തേ പൂച്ചയെ അവള് ചെയ്തത്? ഹബസത്ഹാ, ആ പൂച്ചയെ കയറുകൊണ്ട് അവള് ബന്ധിപ്പിച്ചു, കയറുകൊണ്ട് കെട്ടിയിട്ടു. എന്നിട്ടോ അതിന് അവൾ ഭക്ഷണം കൊടുത്തില്ല. വലം തുർസിൽഹ, അതിനവൾ വിട്ടയച്ചതില്ല. തഅകുലു മിൻ ഖശാശിൽ അർളി, ഭൂമിയിലുള്ള വണ്ട് പ്രാണികളെ അതിനിക്ക് ഭക്ഷണമാക്കാൻ അത് സ്വയം ഇര തേടി പിടിക്കുന്ന ജീവിയാണ്. അതിന് അവൾ സൗകര്യം കൊടുത്തതുമില്ല, അതിനെ കെട്ടിയിട്ടു. ആ പേരിൽ മാത്രം അവൾ നരകത്തിൽ കടന്നു. എന്നാൽ നബിതങ്ങൾ പറയുന്നു, ഒരു വേശ്യപ്പെണ്ണ്, തെമ്മാടിത്തരം നടക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണതാ ഒരു വഴിയിലൂടെ വരുമ്പോൾ ഒരു കിണറിന്റെ അരികിൽ ഒരു നായ കിടന്ന് ഓടുകയാണ്. നാവ് അതാ തൂക്കിയിട്ടിട്ടുണ്ട്, വല്ലാതെ ദാഹിക്കുന്നുണ്ട് നായക്ക്. നനഞ്ഞ മണ്ണുകളാ നായ അതാ കപ്പുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ കാരുണ്യം തോന്നി. ആ വേശ്യപ്പെണ്ണ് ചെയ്തതെന്താണ്? അവളുടെ ഹുഫ് എന്ന് പറയുന്ന കാലുറ ഊരിക്കൊണ്ട് അവിടെ തട്ടത്തിന്റെ തലയിൽ അത് കെട്ടിയിട്ട് ആ കുളത്തിലേക്ക് അല്ലെങ്കിൽ ആ കിണറിലേക്ക് ആ ഹുഫ് താഴ്ത്തിയിട്ട് അതിൽ വെള്ളമെടുത്തിട്ട് ഈ നായക്ക് കൊടുക്കുന്നു. എല്ലാ വേശ്യാവൃത്തിയുമുള്ളതായ, എല്ലാ മോശവുമുള്ള പെണ്ണ്, ഒരു നന്മയും ചെയ്യാത്ത പെണ്ണ്. എന്നാൽ ഈ കാരുണ്യം കൊണ്ട് മാത്രം അല്ലാഹു അവൾക്ക് പുറത്തു കൊടുത്തു. ഇതൊക്കെ നമ്മെ റസൂലുള്ളാഹി സൂചിപ്പിക്കുന്നത് അവിടുന്ന് കാണിച്ച സ്നേഹങ്ങളാണ്, നാം ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു പക്ഷി ഇങ്ങനെ സദസ്സിൽ, മുത്തുനബിന്റെ സദസ്സിൽ വട്ടമിട്ട് പാറുന്നു. മനുഷ്യരെ ഇടയിൽ വന്ന് പാറാത്തൊരു പക്ഷി ഇങ്ങനെ പാറുന്നത് കണ്ടപ്പോ നബിതങ്ങൾക്കറിയാം എന്തോ ഒരു കാര്യമുണ്ട്. നബിതങ്ങൾ പറഞ്ഞു, ഈ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ എടുത്തവൻ ഈ സദസ്സിലുണ്ട്, അതുകൊണ്ടാണ് ആ പക്ഷിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം കാണുന്നത്. അങ്ങനെയാണല്ലോ, കുഞ്ഞുങ്ങളോട് വല്ലാത്ത സ്നേഹമാണ് ഉമ്മമാർക്ക്. അത് എല്ലാ ജീവികളിലും ഉള്ളതാണ്. എൻ കുഞ്ഞി തൻ കുഞ്ഞെന്ന തത്വം അത് കാക്കയിൽ നീ നോക്കിയാലും വ്യക്തമാ. എന്റെ കുഞ്ഞ് അത് പെൺകുഞ്ഞെന്ന ചിന്ത എല്ലാ ഉമ്മമാരുടെയും സ്വഭാവമാണ്. തീരെ ഒന്നും ചെയ്യാത്തൊരു പാവപ്പെട്ട ജീവിയാണല്ലോ കോഴി. ഒരു പിടക്കോഴിന്റെ അരികിലേക്ക് ചെന്നാൽ നാം കൈയൊന്ന് പൊക്കിയാൽ തന്നെ കോഴി ഓടിപ്പോകും, ഒന്നും ഇങ്ങോട്ട് ചെയ്യുകയില്ല. കോഴിയെ കൂടെ ഓടിയാൽ കോഴി ഓടിപ്പോകും, ഒന്നും ചെയ്യാത്ത ജീവിയാണ് കോഴി. എന്നാൽ അതിന്റെ കുഞ്ഞുങ്ങളുമായി നടക്കുമ്പോൾ അതിന്റെ നേരങ്ങ് ചെന്നാൽ അത് ഓടുകയില്ല. അതിന്റെ ചിറകുകൾ വിരുത്തി നമ്മ നേരെ തിരിയുന്നതാണ്. കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമാണ്, ഉമ്മമാരുടെ സ്നേഹമാണ്. അതിലേറ്റവും പൂർണ്ണ സ്നേഹമുള്ളത് മനുഷ്യ സ്ത്രീകൾക്കാണ്. ഈ കുഞ്ഞന് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഈ പക്ഷി ഇങ്ങനെ ഈ സദസ്സിൽ ഇങ്ങനെ വട്ടമിട്ട് പാറുന്നു. നബിതങ്ങൾ ചോദിക്കുന്നു, ആരാണ് ഈ പക്ഷിയുടെ കുഞ്ഞനെ എടുത്തത്? ഒരു സ്വഹാബി അതാ തന്റെ തോർത്തുമുണ്ടിൽ ഈ പക്ഷിക്കൂട്ടിൽ നിന്ന് കുഞ്ഞനെ എടുത്തിട്ട് വീട്ടിലേക്ക് വളർത്താൻ കൊണ്ടുപോകാനോ മറ്റോ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പക്ഷി സദസ്സിൽ പാറുന്നത്. ആ കുഞ്ഞൻ അതിന്റെ കൂട്ടിൽ കൊണ്ടുപോയി വെക്കുക. അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കുന്നു. ഒരു പ്രശ്നവുമില്ല, നമുക്കിപ്പോ അതൊന്നും ഒരു വിഷയമല്ല. അണ്ണാന്റെ കുഞ്ഞുങ്ങളെ കുട്ടികൾ എടുത്തുകൊണ്ടുവരും, എന്നിട്ട് അതിനൊരു കൂടുണ്ടാക്കിയിട്ട് വീട്ടിലവിടെ വളർത്തും. എന്റെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ ഉണ്ടായിന്. ഇപ്പൊ അതൊന്നും അങ്ങനെ കേൾക്കില്ല. കാര്യമില്ലാതെ ജന്തുക്കളെ കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ വളർത്തുക ഹറാമൊന്നുമില്ല, കുറ്റമൊന്നുമില്ല. പക്ഷെ കുറ്റത്തിലേറെ ദൂഷ്യങ്ങൾ ആ കുടുംബം അനുഭവിക്കും. തത്തനെ വളർത്തൽ കുറ്റുള്ള കേസല്ല.
പക്ഷേ ഇത്രയും സാധനങ്ങളെ നാം വളർത്തുമ്പോൾ അതിന് പറ്റിയ കൂടുകൾ വേണം. അങ്ങനത്തെ ഒരു കൂട് ഒരു വീട്ടിലുമില്ല. ഒരു ചാണോ 2 ചാണോ വീതിയുള്ള ഒരു ചെറിയ ഇരുമ്പിന്റെ കൂട്. തണുപ്പായാൽ തണുപ്പ്, ചൂടായാൽ ചൂട്. അതാ രാത്രിയും പകലും മുഴുവനും ആ തത്ത ആ കൂട്ടിലാണ്. നിന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവുകയില്ല. ഒരു ഉസ്താദിനോട് ഇതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ മസ്അല തർശീഹ് പോലുള്ള കിതാബിൽ പറയുന്നു, തത്തനെ വളർത്തൽ അനുവദനീയമാണ്. പക്ഷേ അനുവാദമുള്ളത് മുഴുവനും ചെയ്യരുത്. നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കണം, ഈ തത്തക്ക് ഈ കൂട്ടിലിരുന്ന് എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ഈ വിശാലമായ ലോകത്ത് പാറി നടക്കേണ്ട ഒരു ജീവി അതാ എനിക്കിരിക്കാൻ മാത്രം പറ്റിയൊരു സ്ഥലത്ത് തളച്ചു വെച്ചാൽ അതാ രാത്രിയാകുന്നു, വൈകുന്നേരമാകുന്നു, എന്റെ മനസ്സിന്റെ അവസ്ഥ ആരെങ്കിലും അറിയുമോ? മിണ്ടാൻ കഴിയാത്ത ആ തത്തയെ കൂട്ടിലിട്ട് വളർത്തുന്ന സഹോദരാ, വല്ലാത്ത മനസ്സിന്റെ ഉടമയാണ് നീ. അതിന്റെ പഴക്കമൊക്കെ കേട്ടിട്ട് അതിന് നിന്നോട് വലിയ ഇഷ്ടമുണ്ടെന്നാണ് നീ തെറ്റിദ്ധരിച്ചത്. അല്ല, ജന്തുക്കൾ മനുഷ്യരുടെ ശബ്ദങ്ങളെ, വാക്കുകളെ ഉദ്ധരിക്കാനുള്ള ഒരു സ്വഭാവം തത്തക്കുണ്ട് എന്നല്ലാതെ നിന്നെ പറ്റി ആ തത്തക്കറിയില്ല, ഈ കുടുംബത്തെ പറ്റി ആ തത്തക്കറിയില്ല. പൂർണ്ണ ജറകുണ്ടെങ്കിൽ ഒന്ന് തുറന്നിട്ട് നോക്ക്, ആ തത്ത പാറിപ്പോകുന്നതാണ്. ഒരിക്കലും നിന്നോടുള്ള സ്നേഹമല്ല, മാനസിക വേദനയിലാണ്. അതിന്റെ വർഗത്തിൽപ്പെട്ട ഒരു ഇണയുടെ കൂടെ, അല്ലെങ്കിൽ മറ്റൊരു പക്ഷിയുടെ കൂടെ, അല്ലെങ്കിൽ അതിന്റെ വർഗത്തിൽപ്പെട്ട മറ്റൊരു പക്ഷിയുടെ കൂടെ അതിന് സഞ്ചരിക്കാൻ താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ തടഞ്ഞു വെച്ച നിന്റെ മനസ്സിനെ റബ്ബ് തആല പിടിക്കുന്നതാണ്. നിന്റെ വീട്ടിലെ മാനസിക വിഷമങ്ങൾ തീരുകയില്ല, നിന്റെ മനസ്സിന്റെ പ്രശ്നങ്ങൾ തീരുകയില്ല. ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ ചിലരുടെ വീട്ടിലൊക്കെ കാണാം ചെറിയ കുഞ്ഞു തത്തകൾ. തത്ത അല്ലെങ്കിൽ അതുപോലുള്ള പക്ഷികൾ അതൊന്നും വലിയ ഗുണമുള്ളതല്ല. ആ പക്ഷികളെ പുറത്തു വിട്ടാൽ ജന്തുക്കൾ കൊത്തിക്കൊണ്ടുപോകുമെന്ന ഉപാധി പറയൽ, അത് ആ പക്ഷിയെ നിനക്കങ്ങനെ മുട്ടയിട്ട് വിരിപ്പിക്കാൻ അവകാശമില്ല. ആരെങ്കിലും കച്ചവടം ചെയ്യുന്നത് കണ്ട് നിന്റെ വീട്ടിലേക്ക് എന്തിനാണ് നീ അതിനെ കൊണ്ടുവന്നത്? മത്സ്യവും അങ്ങനെയാണ്. അക്വേറിയങ്ങളിൽ മത്സ്യം വളർത്തുന്ന ഭംഗിക്ക് വേണ്ടി വലിയ മത്സ്യങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞൻ മത്സ്യങ്ങളെ അതാ ഒരു മുഴം വലുപ്പമുള്ള ഒരു കുപ്പിയുടെ ഒരു കൂട്, അല്ലെങ്കിൽ 2 മുഴം അല്ലെങ്കിൽ 3 മുഴം, അതൊരു കുളത്തിന്റെ വലുപ്പമില്ല. ആ വെള്ളത്തിൽ രാവും പകലുമില്ലാതെ അതാ ആ മത്സ്യം ഇങ്ങനെ നടക്കുകയാണ്. മനുഷ്യനോട് പേടിയുള്ള ജീവിയാണ് മത്സ്യം. സഹോദരങ്ങളെ, ഒരു സിംഹത്തിന്റെ മുമ്പിൽ നമ്മളെ അങ്ങ് കൊണ്ടുപോയാക്കി ആ സിംഹം നമ്മളെ തിന്നൂല എന്ന് ആ സിംഹം തീരുമാനിച്ചെങ്കിലും എപ്പോഴും നമ്മളെ നേരെ സിംഹം വരുമ്പോൾ ഈ മനുഷ്യൻ ഉരുകിപ്പോകുകയില്ല എന്ന പോലെ ഉരുക്കമുള്ള മനസ്സിന്റെ ഉടമയാണ് ആ മത്സ്യങ്ങൾ. നീ ചെന്നിങ്ങനെ നടക്കുമ്പോ ആ മത്സ്യം ഓടുന്നത് കാണാം. നീ മനസ്സിലാക്കിയത് ആ മത്സ്യം സർക്കസ് കളിക്കുകയാണെന്നാണ്. അല്ല, അത് പേടിച്ചു ഓടുകയാണ്. പക്ഷേ 4 ഭിത്തികളുടെ ഉള്ളിൽ നീ അതിനെ തളച്ചത് കൊണ്ട് അതിനതിൽ നടക്കാതെ അതിന് അങ്ങനെയല്ലാതെ കഴിയില്ല. അതിന്റെ പുറമെ കരണ്ടിന്റെ ബന്ധമാണ് അതിലേക്ക്. ആ വെള്ളത്തിനൊരു ചെറിയ ഉഷ്ണമാണ്. ആ ചൂടുവെള്ളത്തിൽ ആ മത്സ്യത്തെ ഇട്ട റബ്ബ് നിന്റെ മനസ്സിനെ ചൂടാക്കുമെന്ന് നീ ഓർക്കണേ. നിന്റെ കുടുംബത്തിലെ ചൂട് തീരുകയില്ല. നീ ഏത് കൊമ്പനായിരുന്നാലും, നീ ഏത് പൈസക്കാരനായിരുന്നാലും നിന്റെ കുടുംബത്തിലെ മാനസിക വിഷമങ്ങൾ നീങ്ങുകയില്ല. എന്തിനാണ് ഇങ്ങനെയുള്ള ജീവികളൊക്കെ വളർത്തുന്നത്? അതിനൊന്നും പ്രത്യേക കൂലികളൊന്നുമില്ല. അതൊക്കെ അള്ളാഹുവിന്റെ പടപ്പുകളാണ്. സൂക്ഷിക്കണേ. അണ്ണാരക്കുഞ്ഞനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ മക്കളെ കൊണ്ട് സമ്മതിക്കരുത്. ചെറിയ മക്കളെ അത് പിടിക്കരുത്. പക്ഷിക്കുട്ടികളെ നിങ്ങൾ പിടിക്കരുത്, വേദനയാക്കരുത്. വല്ലാതെ അള്ളാഹുവിന്റെ പൊരുത്തമില്ലാതെയാകുന്ന, വല്ലാതെ പ്രയാസം ജീവിതത്തിൽ വന്നു പോകുന്ന പണികളാണത്. ഓരോ ജീവികളും അവരുടെ സ്വസ്ഥതയിൽ ജീവിച്ചു കൊള്ളട്ടെ. മുത്തുനബി തങ്ങൾ ഇതാണ് പഠിപ്പിച്ചത്. ഹറാമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങാടിയിൽ വേട്ടക്കാരൻ പിടിച്ചുകൊണ്ടുവന്ന ഒരു പക്ഷി, ആ പക്ഷീനെ അതാ കാലിൽ കാരിട്ടുകൊണ്ട് വിൽക്കുകയാണ്. സയ്യിദുനാ അബൂ ഹുറൈറ
വാങ്ങുന്നു. എന്തിനാണ്? വീട്ടിൽ വളർത്താൻ എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, വാങ്ങിയിട്ട് അബൂ ഹുറൈറ തങ്ങൾ ചെയ്യുന്നത് എന്താണ്? അതിന്റെ കാലിലുള്ളതായ കയറിനെ അങ്ങ് അഴിച്ചുകൊണ്ട് അതിനെ അങ്ങ് പറത്തിക്കളയുന്നു. എന്നിട്ട് പറയുന്നു, അതാ ബന്ധിതനാക്കപ്പെട്ട ഒരു ജീവിയെ ഒരാള് അഴിച്ചുവിട്ടാൽ അവന് ഒരു അടിമയെ ഇതുഖുലിയ കൂലിയാണ്. ദലീലുൽ ഫാലിഹീൻ പോലുള്ള കിതാബുകളിൽ ഹദീസ് കാണാം. സഹോദരന്മാരെ, എല്ലാത്തിനോടും സ്നേഹം കാണിക്കണം. നായയെ പോലും വേദനിപ്പിക്കരുത്. ചെറിയ മക്കളെ, നായകൾ നമ്മുടെ കുപ്പയിലൊക്കെ വന്നിട്ട് അതാ എല്ലും കഷ്ണങ്ങളോ എന്തെങ്കിലുമൊക്കെ തിന്നുന്നുണ്ടെങ്കിൽ കല്ലുകൊണ്ട് അതിനെ എറിഞ്ഞ് ശല്യപ്പെടുത്തരുത്. അതാ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ എറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതിനുള്ള എല്ല് അത് നാം തിന്നുന്ന സാധനമല്ല. ആ നായ അത് തിന്നുകൊള്ളട്ടെ, ആ പൂച്ച അത് തിന്നുകൊള്ളട്ടെ. ഒരിക്കലും നാം അത് പിടിച്ചു വെക്കരുത്. പഴയ കാലത്ത് വേസ്റ്റ് സാധനങ്ങളെല്ലാം മൃഗങ്ങൾക്കും ജന്തുക്കൾക്കും ലഭിച്ചിരുന്നു. നായകൾക്കും പൂച്ചകൾക്കും വേസ്റ്റ് സാധനങ്ങൾ കിട്ടിയിരുന്നു. ഇന്ന് വേസ്റ്റ് സാധനങ്ങൾ അതാ ജന്തുക്കൾക്കില്ല, കാരുണ്യമില്ല. എല്ലാവരുടെ വീട്ടിലും അത് ഇടാനായി പ്രത്യേകമായി കുമാമയാണ്, കുപ്പത്തൊട്ടിയാണ്. അതിൽ കൊണ്ടുപോയിട്ട് മൂടുകയാണ്. അതാ മരങ്ങൾക്ക് വെള്ളം കിട്ടാനില്ല. എന്റെ വീട്ടിലടക്കം അതാ എന്താണ് ചെയ്തത്? കൈ കഴുകുന്ന വെള്ളം അതാ ഒരു കുണ്ടിലേക്ക് അയച്ചിട്ട് അതിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഓരോ മരത്തിന്റെ ചുവട്ടിലേക്കുമായിരുന്നു പഴയ കാലത്ത് വെള്ളം തിരിച്ചു വിട്ടിരുന്നത്. ഈ മരങ്ങളോടെല്ലാം കാരുണ്യമുണ്ടായിരുന്നു അക്കാലത്ത്. ഇന്നില്ല, ഇന്നൊരു കുഴിയിലേക്ക് തിരിച്ചു വിടുന്നു. ആ കുഴിയോ അതാ സിമന്റ് ഇട്ട് ബന്ധാക്കിയിരിക്കുന്നു. അതിലെ വെള്ളത്തിലേക്ക് ഒരു വേരിന് വരാൻ സാധ്യമല്ല. എന്തേ? അതിന്റെ ഫലം അനുഭവിച്ചത് കൊതുക് വിത്തറാതെയായി. എല്ലാവരുടെ വീട്ടിലും നിറയെ കൊതുക് വന്നുപോയി. അത് ഈ വേസ്റ്റ് വെള്ളങ്ങൾ അതാ കെട്ടി നിൽക്കുന്ന പേരിൽ അതിൽ വന്നുകൂടിയ കൊതുകിന് പരിഹാരമില്ല. രോഗം പരത്തുന്ന കൊതുകൾ വലിയ ശാസ്ത്രം വളർന്ന കാലമത്രേ. ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടാൽ ആ ടാങ്കൊക്കെ അങ്ങ് പൊളിച്ചിട്ട് ആ വെള്ളത്തിനൊരു തെങ്ങിന്റെ അരിയിലേക്ക് വിട്ടാൽ, ആ തെങ്ങിന്റെ അരികിൽ 2 ആഴ്ച അങ്ങോട്ട് പോയാൽ അടുത്ത തെങ്ങിന്റെ അരികിലേക്ക് 1 മാസം വിട്ടാൽ ഒരിക്കലും ആ വെള്ളം അവിടെ കെട്ടി നിൽക്കില്ല. കൊതുകിന്റെ ശല്യം കുറയുന്നതാണ്. വീടുകളിൽ മുഴുവനും കൊതുക് തന്നെ. രോഗം പരക്കുന്നു, പ്രയാസം തന്നെ. ശുദ്ധീകരണം വലിയ പ്രസംഗമൊക്കെ നടത്തിയാൽ മതി. ശാസ്ത്ര പോയിന്റ് ഇല്ലാത്ത ജീവിതത്തിലേക്ക് അതാ ശാസ്ത്രത്തിന്റെ പേരിൽ സമൂഹം എത്തി. പാവങ്ങളോട് സ്നേഹമില്ല, മരങ്ങളോട് സ്നേഹമില്ല. ഇഷ്ടാനുസരണം മരങ്ങളെ മുറിക്കുകയാണ്. വീട്ടിന്റെ മുകളിൽ ചെടികൾ വെച്ചിരിക്കും. നമ്മൾ മനസ്സിലാക്കണം, നമ്മെ പോലെ ആത്മാവില്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശക്തിയുള്ള സാധനങ്ങളാണ് ഈ മരങ്ങൾ. അതിന് നമ്മുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്നും ആ ശബ്ദങ്ങളെ നമുക്ക് പിടിച്ചെടുക്കാമെന്നുമാണ് ആധുനിക ശാസ്ത്രം വരെ പറയുന്നത്. അല്ലാഹ് പറയുന്നു, ഇവകൾ മുഴുവനും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അവകൾ തൊട്ടാൽ അറിയുന്ന സാധനങ്ങളാണ്. ആധുനിക ശാസ്ത്രം അതിലേക്ക് എത്തിയിരിക്കുന്നു. ഇഷ്ടാനുസരണം ഭൂമി നന്നാക്കുന്നു എന്ന് പറഞ്ഞ് അതാ നിർബന്ധമില്ലാതെ മരങ്ങളെ വെട്ടുന്നവര് ശ്രദ്ധിക്കണം. ഒരു പുൽച്ചെടിയായിരുന്നാലും കാര്യമില്ലാതെ കൊത്തിക്കളയരുത്. റബ്ബ് പടച്ചതാണ്. നിന്റെ ഷോക്കേസിൽ വെക്കാൻ വേണ്ടി നീ 2 ഇലകളുള്ള ഒരു ചെറിയ ചെടി കൊണ്ടുവന്നാൽ അത് പ്ലാസ്റ്റിക്കിന്റെ ഇലയാണ്. അതിലുള്ള പൂവ് പ്ലാസ്റ്റിക്കിന്റെതാണ്. ആ പൂച്ചട്ടിയുമായി വാങ്ങുമ്പോ 50 രൂപ അല്ലെങ്കിൽ 150 രൂപക്ക് ഇനി അത് കൊണ്ടുവന്ന് വെച്ചിട്ട് എത്ര കൊല്ലം ഇരുന്നാലും ആ 2 ഇലയും ആ പൂച്ചട്ടിയുമായി ഇരിക്കുന്നതാണ്. എന്നാൽ ഒരു പൈസയും കൊടുക്കാൻ നിർബന്ധമില്ലാത്ത രൂപത്തിൽ എത്ര ചെടികളാണ് നിന്റെ പറമ്പിൽ റബ്ബ് തആല പടച്ചിട്ടത്. അത് 2 ഇല അതാ 2 ദിവസം കഴിയുമ്പോൾ 4 ഇലയായിരിക്കുന്നു. 10 ദിവസം കഴിയുമ്പോൾ അതിൽ ചന്തമുള്ള പൂവ് വന്നിരിക്കുന്നു. ഇതൊക്കെ റബ്ബിന്റെ സൃഷ്ടികളാണ്. അതിനെ വെറുതെ അങ്ങ് ചീന്തിക്കളയാൻ പാടില്ല, വെറുതെ അങ്ങ് മുറിച്ച് കളയാൻ പാടില്ല. നിനക്ക് പല്ല് കുത്താൻ വേണ്ടി ഓല ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് അതാ വലിയ ഈർക്കിളി അങ്ങ് എടുത്തിട്ട് നിന്റെ ആവശ്യത്തിനുള്ള ഒരു കഷ്ണം എടുക്കുന്ന സ്വഭാവം നിർത്തണേ. മറിച്ച് നിന്റെ പല്ലിലേക്ക് വേണ്ട കഷ്ണം മാത്രമേ എടുക്കാവൂ. ആവശ്യമുണ്ടെങ്കിൽ മുറിക്കാം, തെറ്റുള്ളതല്ല. വെറുതെ ഈർക്കിളി അതാ എടുത്തുകൊണ്ട് ആ മരത്തിനെ വേദനിപ്പിക്കുന്ന സ്വഭാവം നമ്മൾ നിർത്തണം. എല്ലാത്തിനോടും കാരുണ്യം നമുക്ക് വേണം.
നമ്മുടെ പ്രകൃതിയിലുള്ള ജീവികളോടും മരങ്ങളോടും ഈ മുസ്ലിമിനോടും അമുസ്ലിമിനോടും അതാ പൂച്ചയോടും നായയോടും എല്ലാ സാധനത്തോടും നമുക്ക് കൃപ വേണം. മനുഷ്യനെ ശല്യം ചെയ്യുന്ന ജീവിയാണെങ്കിൽ അതിനെ കൊന്നുകളയാവുന്നതാണ്, അതിന്റെ കുട്ടികളെയും കൊന്നുകളയാവുന്നതാണ്. എലി ആ കൂട്ടത്തിൽ പെട്ടതാണ്. അങ്ങനെയുള്ള ജന്തുക്കൾ 4-5 ജീവികളുണ്ട്. അതല്ലാത്ത ജീവികളോടൊക്കെ വല്ലാത്ത കാരുണ്യം നമ്മൾ ചെയ്യണം. മരങ്ങളെ ഒന്നും വെറുതെ മുറിക്കാൻ പാടില്ല. ഉപകാരമുള്ള മരം മുറിക്കല് കുറ്റമാ. ഉപകാരമുള്ള വൃക്ഷങ്ങൾ മുറിച്ചാൽ തലകീഴായി നരകത്തിൽ വീഴുമെന്ന് ഖാല റസൂലുള്ളാഹി. ചെടികൾ എന്റെ വീടിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എന്നിട്ടൊരു കത്രിക കൊണ്ടുവന്നിട്ട് ഈ ചെടിയുടെ തല മുറിച്ചിട്ട് ഇംഗ്ലീഷിൽ നിന്റെ വീട്ടിന്റെ ഇനീഷ്യൽ എഴുതുന്നു, നിന്റെ കുടുംബത്തിന്റെ ഇനീഷ്യൽ എഴുതുന്നു, അല്ലെങ്കിൽ നിന്റെ രാഷ്ട്രീയ പേരുകൾ എഴുതുന്നു, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ വെട്ടിയിട്ട് ചെടികളുടെ തലയും അതിന്റെ കഴുത്തും അതിന്റെ കൈയും വെട്ടിയിട്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എഴുതുന്ന മനുഷ്യ, നിന്റെ കൈ ചെയ്യുന്നത് വലിയ പാതകമാണ് കേട്ടോ. നിന്റെ മക്കളെ ഇങ്ങനെ കൊടുന്ന് നിർത്തിയിട്ട് കയ്യും കാലൊക്കെ മുറിച്ചിട്ട് ഒരു ഇംഗ്ലീഷ് രീതിയിലാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? ചെയ്യരുതേ, തമാശ കളിയല്ല. കൃപ വേണം ജീവികളോട്. കൂട്ടുകാരനുമായി സംസാരിച്ചു നിൽക്കുന്നു, അപ്പുറത്തൊരു ചെടിയുണ്ട്. ഇവരെ സംസാരം കഴിയുമ്പോഴേക്കും ആ ചെടിയുടെ ഇലകൾ എത്രയാണ് ഇവൻ പൊട്ടിക്കുന്നത്. അതാ ആ ചെടിയുടെ ശാപം നിനക്ക് തട്ടാൻ വഴിയാണ്. നീയും ഇവനുമായി സംസാരിക്കുമ്പോൾ എന്തിനാണ് നിന്റെ അരികിലുള്ള ചെടിയെ നീ പൊട്ടിക്കേണ്ട ആവശ്യം? അത് അവിടെ നിന്നുകൊള്ളട്ടെ. നിന്റെ ആവശ്യം നീ പറയണം. നിനക്ക് ഭക്ഷിക്കാനാണോ, നിന്റെ പല്ല് കുത്താനാണോ എങ്കിൽ എടുത്തോ. അല്ലാതെ വെറുതെ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ആവശ്യം എന്താണ്? നിന്റെ മൃഗത്തിന് കൊടുക്കാനാണെങ്കിൽ മുറിച്ചെടുത്തോ. നാം ചിന്തിക്കണം, വല്ലാത്ത റഹ്മത്തിന്റെ ഉടമകളാവണം നമ്മൾ. നബിയുനാ റസൂലുള്ളാഹി അങ്ങനെയായിരുന്നു. അടുത്ത് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യൂല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ മരങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ തീയിട. റോട്ടിലിറങ്ങിയാൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളിലുണ്ട് തീയിട. നമ്മൾ ചിന്തിക്കണം, ഈ തീ കൊണ്ടുള്ള ശിക്ഷ ആരെയാണ് ഇനി ശിക്ഷിക്കുന്നത്? പച്ച മരങ്ങളൊക്കെ ഇങ്ങനെ നിന്ന് കത്തുന്നു. നിന്നെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിട്ട് അവിടെ തീയിട്ടാലത്തൊരു പ്രയാസമാണ്, വല്ലതും നിനക്ക് ചെയ്യാൻ കഴിയുമോ എന്ന പോലെ അള്ളാഹു പറഞ്ഞു, വന്നജ്മു വശജറു യസ്ജുദാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. വന്നജ്മു വള്ളിച്ചെടിയും വശജറു തണ്ടുചെടിയും യസ്ജുദാൻ, അത് നിങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നത് നിങ്ങൾ മറക്കല്ലേ. അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ഞാൻ കൊണ്ടുപോയി അതിനെ അവിടെ തളച്ചു നിർത്തിയത് നിങ്ങൾ മറക്കരുതേ. അതുകൊണ്ട് മനുഷ്യരെ, ജിന്നുകളെ, റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങളെ നിഷേധിക്കാൻ കഴിയുമോ? എന്റെ പറമ്പിലുള്ളതായ തെങ്ങുകൾ, ആ നേരം വെളുക്കുമ്പോ ആ തെങ്ങുകളൊക്കെ അവിടുന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അടുത്ത പറമ്പുകാരന്റെ വീട്ടിൽ പോയി, അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോ ഏതോ ഭാഗത്തേക്ക് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതിനെ അള്ളാഹു ഭൂമിയിൽ തളച്ച് നിന്റെ പറമ്പിൽ നീ വെച്ച മരത്തെ അവിടെ തന്നെ നിർത്തിയത് റബ്ബിൻ്റെതായ കഴിവാണ്. അങ്ങനെയല്ലാത്ത കോഴിയെ പോലെയാണ് ഈ മരങ്ങളൊക്കെ എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കോഴിയെ പോലെയാണെങ്കിൽ ഇതിനെ പ്രത്യേകമായ വലയങ്ങൾ സൃഷ്ടിച്ച് ഓരോന്നിന്റെ മുമ്പിൽ ഇരുമ്പിന്റെ വല വെക്കേണ്ടി വരും, ഇരുമ്പിന്റെ ഗേറ്റ് വെക്കേണ്ടി വരും ഓരോ തെങ്ങിനും. എന്നാ തന്നെ ഈ തെങ്ങ് ഇങ്ങോട്ട് വന്ന ഇരുമ്പ് വെക്കാണ്ട് തളർത്തിട്ടിട്ട് പോകാൻ കഴിയും. പക്ഷേ റബ്ബ് ഇതിനെ തളച്ച് വെച്ചിരിക്കുന്നു. അത് മറക്കാൻ പാടില്ല. ഒരു തെങ്ങിന്റെ ചുവട്ടിൽ തീയിടുന്നവരെ ആ തെങ്ങിന്റെ അടിയതാ വല്ലാതെ പൊള്ളിപ്പോകുന്നു. ആ പൊള്ളൽ അനുഭവിക്കാതെ നീയും ഈ ലോകത്തോട് പിരിയില്ല. മാനസികമായെങ്കിലും നീ തളരേണ്ടി വരും. മരങ്ങളുടെ ചുവട്ടിൽ തീയിടല്ല, അത് ചെയ്യല്ല. തീ ചൂടുള്ള സാധനമാണ്. മാത്രമല്ല, ഒരു വലിയ ഇടവഴിയിൽ അതാ റോഡിന്റെ അരികിലുള്ള അരിച്ചാലുകളിലൊക്കെ കാണാം ചിലര് തീയിട്ടിട്ടുണ്ടാകും. ആ തീ അങ്ങനെ പടർന്നു പോകുന്നു. അതിലെത്ര ജീവികളാണ് ചത്തുപോകുന്നത്, എത്ര പച്ചളിപ്പുള്ള മരങ്ങളാണ് ഉണങ്ങിപ്പോകുന്നത്. ആ ശാപം മുഴുവനും ആരാണോ അതിന് തീ കൊടുത്തത് അവൻ
അനുഭവിക്കേണ്ടി വരുന്നതാണ്. വല്ലാത്ത മോശമാണ് ചെയ്യുന്നത്. അതാ മരങ്ങളുടെ ഇലകളിലേക്ക് തീന്റെ പാളികൾ ചെന്നിട്ട്, തീന്റെ നാളങ്ങൾ ചെന്നിട്ട് ഇലകളിതാ കിടന്നിങ്ങനെ അതാ വേദനിച്ച് വിഷമിക്കുന്നു. കുറെ കഴിയുമ്പോൾ ആ ഇലകൾ വാടുന്നു. വേദനയല്ലേ, ഉണങ്ങിപ്പോയി. മരങ്ങളുടെ കൂട്ടത്തിൽ പോയി തീയിടുന്നവർ, അതിന്റെ മുരട്ട് തീയിടുന്നവർ, അതുപോലെ തന്നെ ജീവികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വേദികളിൽ തീയിടുന്നവർ സൂക്ഷിക്കണം. കാരുണ്യമല്ല. നബിതങ്ങൾ സ്വഹാബത്ത് പറയുന്നു, അതാ തേനീച്ചകൾ കൂടിയിരുന്നൊരു ഭാഗത്ത് ഞങ്ങൾ തീയിട്ട് കരിച്ചു. ആ വിവരം നബിതങ്ങൾ കണ്ടു. ചോദിച്ചു, ആരാണിത് കരിച്ചത്? അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു, ആരാണ് കരിച്ചത്? റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് പറയുന്നു, ഞങ്ങൾ കരിച്ചതാണ്. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റസൂലുള്ളാഹി പറയുന്നു, ഇന്നഹു ലാ യംബഗി അൻ യുഅദ്ദിബ ബിന്നാരി ഇല്ലാ റബ്ബുന്നാർ. തീ കൊണ്ട് കരിക്കാനുള്ള അവകാശം തീ പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ. ഉമ്മമാരെ, തേങ്ങാമുറിയിലേക്ക് നെയ്യറമ്പ് വരുമ്പോൾ അടുപ്പിന്റെ മുകളിൽ കൊണ്ടുപോയി കൊത്തി അതിനെ കരിച്ചു കളയുന്ന ഉമ്മമാരെ മുത്തുനബി തങ്ങൾ പറയുന്നത് ചെയ്യരുത്. ലാ യുഅദ്ദിബു ബിന്നാരി ഇല്ലാ റബ്ബുന്നാർ. അല്ലാഹുവിന്റെ റസൂൽ കാണിച്ച കാരുണ്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. ജന്തുക്കളോട്, സാധനങ്ങളോട്, ചെടികളോട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖിയാമത്ത് നാള് വരുന്നുണ്ട് എന്ന വിവരം കേട്ടാലും നിന്റെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ നീ അത് ഭൂമിയിൽ വെക്കണം. നോക്കി നിങ്ങൾ, ചെടിയുണ്ടെങ്കിൽ നീ അത് ഭൂമിയിൽ വെക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന, ഒരു ചെടി വെച്ചാൽ ആ ചെടിയുടെ പഴങ്ങളും ആ ചെടിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളും ആരെങ്കിലും എടുത്തു പോയാൽ, കള്ളൻ തിന്നുപോയാൽ, അതാ പെരിച്ചായി പൂളക്കേങ്ങെടുത്തു കൊണ്ടുപോയാൽ മുത്തുനബി തങ്ങൾ പറയുന്നു, ആ പൂള കുത്തിയവനിക്ക് കൂലിയാണ്. കള്ളം കട്ടുകൊണ്ടുപോയാൽ ആ മരം വെച്ചവനിക്ക് കൂലിയാണ്. അതാ പക്ഷികൾ തിന്നുപോയാൽ അത് അതാ മരം ആരാണോ നട്ടത് അവർക്ക് കൂലിയാണ്. മരങ്ങളോട് സ്നേഹമുള്ള നബിതങ്ങൾ, ജീവികളോട് സ്നേഹമുള്ള നബിതങ്ങൾ, നമ്മൾ ഇതൊക്കെ ഉൾക്കൊള്ളണം. നബിതങ്ങൾ വലിയ റഹീമായിരുന്നു എന്ന് പറഞ്ഞു നിർത്തരുത്. നമ്മളും ഇങ്ങനെ ആയിരിക്കണം. കാരുണ്യം വേണം. ഉമ്മയോട് കാരുണ്യം വേണം, ഉപ്പയോട് കാരുണ്യം വേണം, മക്കളോട് കാരുണ്യം വേണം, എല്ലാവരോടും കാരുണ്യം വേണം. കാരുണ്യമുള്ളവരോട് അല്ലാഹു തആല കാരുണ്യം ചെയ്യുന്നതാണ്. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. കാരുണ്യം പാടെ എടുത്തുപോയ കാലമാണിത്. വല്ലാതെ എടുത്തുപോയ കാലമാണിത്. ഉമ്മയെ നമ്മൾ മറന്നുപോയി. ഉപ്പയോട് മിണ്ടാത്ത എത്ര ആളുകൾ, ഉമ്മയോട് മിണ്ടാത്ത എത്ര ആളുകൾ. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, പല ആളുകളും ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ല. ആരാണ് ഉമ്മ? പ്രത്യേകം മനസ്സിലാക്കണം. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവള് തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. 10 മാസം നിന്നെ ഗർഭം ചുമന്ന് നടന്ന ഉമ്മ ചെറിയ വിഷയമാണോ? അല്ല നിന്നെ പടച്ചു, ആ ഉമ്മയുടെ വയറ്റിലാണ് പടച്ചത്. ഒരു ചെറിയ സാധനം കയ്യിൽ പിടിച്ചാൽ തന്നെ ഒരു ദിവസം രാവിലെ കയ്യിൽ ഒരു കല്ലിന്റെ കഷ്ണമെടുത്ത് പിടിക്കുക, വൈകുന്നേരമാകുമ്പോഴേക്കും വിടാതിരുന്നാൽ പ്രയാസമല്ലേ? എന്നാൽ ജീവനുള്ള കൈകാലുകളുള്ള നീ ആ വയറ്റിനകത്ത് കയറി രാപ്പകലില്ലാതെ ഉമ്മയെ നമ്മൾ ശല്യം ചെയ്തിട്ടുണ്ട്. ആ ഉമ്മയെ മറക്കരുതേ. കട്ടപ്പെട്ട് അല്ലാഹുവാണ് പറയുന്നത്. ആ ഉമ്മയുടെ ക്ഷീണമാണ് റബ്ബ് പറഞ്ഞത്. ക്ഷീണത്തിന്റെ മേൽ ക്ഷീണമായി നിന്നെ ഗർഭം ചുമന്ന ഉമ്മയാണ് കേട്ടോ റബ്ബാണ് പറയുന്നത്. വല്ലാതെ ക്ഷീണിച്ച് 10 മാസം കൊണ്ട് നടന്ന് നൊന്ത് പ്രസവിച്ചു. പ്രസവ വേദന, പ്രസവത്തിൽ ഒരു പെണ്ണ് മരിച്ചാൽ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അവൾക്ക് ഷഹീദിന്റെ കൂലിയാണ്. ഖാല റസൂലുള്ളാഹി. എന്റെ വിപത്തിന്റെ വിഷമത്തിന്റെ ആഴത്തിനനുസരിച്ചാണ് കൂലി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, ഉമ്മമാരുടെ പ്രസവം അത് വലിയ അമലാണ്.
നമ്മൾ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിന്റെ കൂലിയൊന്നുമല്ല ഒരു പ്രസവത്തിനൊരു ഉമ്മാക്കുള്ളത്. 40 ദിവസം 60 ദിവസം നിസ്കരിക്കാതെ കിടക്കുന്ന നമ്മുടെ ഉമ്മമാര്, അതാ നിഫാസിന്റെ പേരിൽ പ്രസവരക്തത്തിന്റെ പേരിൽ കിടക്കുന്ന ഉമ്മമാർ, നിങ്ങൾ വേദനിക്കരുത്. നിങ്ങളുടെ ഒരു പ്രസവത്തിന്റെ കൂലി ഞങ്ങൾക്ക് കിട്ടുകയില്ല. അത് വലിയ പവറുള്ള കൂലിയാണ്. ഗർഭം ചുമന്നതിനും പവറാണ്, കുട്ടികളെ പോറ്റിയതും പവറാണ്, കുട്ടികളുടെ കരച്ചിലിന് തസ്ബീഹിന്റെ കൂലിയാണ്, സ്വലാത്തിന്റെ കൂലിയാണ്. ആർക്കാണ് ആ കൂലി കൊടുക്കുന്നത്? ആ കുട്ടിക്ക് ജന്മം നൽകിയ ഉമ്മയുടെ ഏടിൽ കുട്ടികൾ തൊട്ടിലിൽ നിന്ന് കരയുമ്പോൾ സ്വലാത്തിന്റെയും ദിക്റിന്റെയും കൂലി കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഉമ്മമാരെ, പ്രസവം നിങ്ങളെ നിർത്തരുത്. നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ ആഖിറത്തിനുമാണ് നിങ്ങളുടെ പ്രസവം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. നമ്മുടെ ഉമ്മമാർ, നമ്മെ കട്ടപ്പെട്ട് പ്രസവിച്ച് പോറ്റിയ ഉമ്മമാർ പ്രസവത്തോടു കൂടെ കഴിഞ്ഞോ ഇല്ല. അവിടെ മുതൽ അതാ അവർക്കുള്ള നെഞ്ചും മെത്തയായി വിരിച്ചിട്ടതാ. നീ എത്ര നാളാതിൽ കിടന്ന് സുഖിച്ചതാ. നെഞ്ചിലേക്ക് കയറി കിടന്നിട്ട് ഉറങ്ങാൻ സമ്മതിക്കാതെ പതിരാവിൽ തൊട്ടിലിൽ നിന്ന് കുഞ്ഞുങ്ങളെടുക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, നമ്മുടെ ഭാര്യമാര്. അല്ലാഹു അവർക്കൊക്കെ വലിയ കൂലി കൊടുക്കട്ടെ. ഇത് കണ്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ ഉമ്മ എത്ര കട്ടപ്പെട്ട് കാണും. രാത്രിയിൽ അതാ പനി പിടിച്ചാൽ നമ്മൾ കരയുന്നു. വീട്ടിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മുടെ കടമയില്ല, ഉമ്മക്കാണ് ആ ഡ്യൂട്ടിയുള്ളത്. ഈ ജോലിന്റെ തിരക്കിൽ ആ തൊട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളായ നമ്മെ എടുത്ത് അതാ താരാട്ട് പാടി സുബഹി വരെ കരഞ്ഞ് നമ്മുടെ കരച്ചിലതാ ആ മുല തന്നുകൊണ്ട് നമ്മെ താരാട്ട് പാടിക്കൊണ്ട് നടന്ന ഉമ്മമാർ, അവരുടെ ശരീരത്തിലെ ആരോഗ്യം നഷ്ടപ്പെട്ടു. അവരെ തൊലികളൊക്കെ അവരെ ശരീരത്തിലൊട്ടിയപ്പോൾ അവരെ മറന്ന മക്കളെ, ഇതിന്റെ ശിക്ഷ അത് ദുനിയാവെന്ന് മാത്രം, അത് ആഖിറത്തിൽ മാത്രമല്ല, അത് ദുനിയാവിലും നീ അനുഭവിക്കേണ്ടി വരും കേട്ടോ. നിനക്കെന്റെ മകളെ കല്യാണം ചെയ്തു തന്നു എന്ന് അമ്മോശന് പറഞ്ഞു. ഞാൻ അവളെ നിക്കാഹ് സ്വീകരിച്ചു എന്നും പറയുമ്പോൾ അതാ നമ്മുടെ ഉത്തരവാദിത്വത്തിലേക്ക് നമുക്ക് അനുവാദത്തോടുകൂടെ ശരീരം അനുവദിക്കലോടുകൂടെ കടന്നു വരുന്ന പെണ്ണാണ് നമ്മുടെ ഭാര്യ. ഒരു വാക്ക് കൊണ്ടാണ് അവൾ ഇങ്ങോട്ട് കടന്നു വന്നത്. ഒരു വാക്ക് പറഞ്ഞാൽ അവള് നമ്മോട് പിരിഞ്ഞു പോവുകയും ചെയ്യും. എത്ര മക്കളുള്ളവളാണെങ്കിലും ഒരു വാക്കങ്ങ് പറഞ്ഞാൽ അവള് നമ്മോട് പിരിഞ്ഞു. പിന്നെ അവളെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല. അന്യ പെണ്ണിന്റെ വിധിയാണ്. മാത്രമല്ല, അന്യ പെണ്ണിനേക്കാൾ 3 പ്രാവശ്യം തലാഖ് ചൊല്ലപ്പെട്ടാൽ ഒരു പെണ്ണിനെ കല്യാണം ചെയ്യാൻ പറ്റുമെങ്കിലും അവളെ പിന്നെ കല്യാണം ചെയ്യാൻ പറ്റില്ല. അത്രയും അകൽച്ച ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ ഭാര്യമാർ ഈ പെണ്ണിന് വേണ്ടി അവളുടെ ഇന്നിതത്തിന് വഴിപ്പെട്ടുകൊണ്ട് ഉമ്മമാരെ വെറുക്കുന്ന ചെറുപ്പക്കാരെ, ഉമ്മമാരെ വേദനിപ്പിച്ച ചെറുപ്പക്കാരെ റബ്ബ് വെറുതെ വിടുകയില്ല. നിന്റെ സമ്പത്ത് അടിയുന്നൊരു ടൈമുണ്ട് കേട്ടോ. നിന്റെ നെഞ്ചിലേക്ക് നിന്റെ മക്കള് അതാ കുതിച്ചു കയറുന്നൊരു ദിവസമുണ്ട് കേട്ടോ. ഈ ദുനിയാവ് ഇനി അത് അനുഭവിക്കാതെ മരിക്കുകയില്ല. ഉമ്മമാരോടുള്ള ഉപ്പമാരോടുള്ള കടമ നിർവഹിക്കാതിരുന്നാൽ അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് ആഖിറത്തിന് മാത്രമല്ല, ദുനിയാവിന് തന്നെ അനുഭവിക്കുന്നതാണ്. നിന്റെ അരികിൽ നിന്ന് മാതാപിതാക്കൾക്ക് പ്രായമായാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ, അവരോട് ചേന്ന് പോലും പറയരുതേ, മുഖം ചുളിച്ച് പെരുമാറരുതേ. ഉമ്മയോട് മുഖം ചുളിച്ച് പെരുമാറരുത്, ഉപ്പയോട് മുഖം ചുളിച്ച് പെരുമാറരുത്. എന്തിനാണ് റബ്ബ് ഇത് പറഞ്ഞത്? നാം മുഖം ചുളിക്കേണ്ട വാക്കുകൾ ഉമ്മന്റെ കയ്യിൽ നിന്ന് ഉണ്ടാകും, ഉപ്പന്റെ കയ്യിൽ നിന്നും ഉണ്ടാകും. പക്ഷേ അങ്ങോട്ട് മുഖം ചുളിക്കാൻ നമുക്ക് അവകാശമില്ല. ഇങ്ങോട്ട് ഉമ്മ ശകാരിച്ചേക്കാം, ചീത്ത പറഞ്ഞേക്കാം. കാരണം അവർ ഉമ്മയും ഉപ്പയും അതിന് അവകാശപ്പെട്ടവരാണ്. അവരല്ലാതെ പിന്നെ നമ്മ ആരാണ് ചൂടാകാനുള്ളത്? നമ്മളെ ഭാര്യമാർക്ക് നമ്മ നേരെ തിരിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഉമ്മക്ക് 100 അവകാശമുണ്ട്, ഉപ്പക്ക് 100 അവകാശമുണ്ട്. എപ്പോൾ നമ്മൾ എപ്പോഴൊക്കെയാണോ, നമ്മൾ ഏത് പ്രായക്കാരായിരുന്നാലും ഏത് പണ്ഡിതനായിരുന്നാലും ഉമ്മയാണോ ഉപ്പയാണോ അവർക്ക് ഇവരോട് ശകാരിക്കാനും ചീത്ത പറയാനുമുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശം അവര് നിർവഹിക്കുമ്പോൾ അതിന്റെ നേരെ ഒരിക്കലും ചേ പറയാൻ പാടില്ല, അതിന്റെ നേരെ ഒരിക്കലും മുഖം ചുളിക്കാൻ പാടില്ല. അല്ലാഹു പറയുന്നു വലാ തൻഹർഹുമാ,
അവരോട് നീ കയർക്കുന്ന വാക്ക് പറയരുത്. എടി പോയിട്ട് പോ എന്ന് പോലും പറയാൻ പാടില്ല. ആരെങ്കിലും പറഞ്ഞവരുണ്ടെങ്കിൽ ഉമ്മമാരെ കാല് പിടിച്ച് പൊരുത്തപ്പെടിച്ചില്ലെങ്കിൽ ആ ഖബറിന്റെ മുകളിൽ ചെന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടാകില്ല. അതാ നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി ഉമ്മമാരെ വെറുപ്പിക്കുന്നവർ, അതാ അവരുടെ ആക്കുപത്ത് വരെ കേടുവരുന്നതാണ്. അവരുടെ സാമ്പത്തികമായി അവർ തകരുന്നതാണ്. അല്ലാഹ് പറയുന്നു, പ്രായമായാൽ അവരെ കയ്യിൽ നിന്ന് പോയിന്റ് ഇല്ലാത്ത വാക്കുകൾ പറയും. അവർക്ക് നിന്നെപ്പറ്റി പല ഡൗട്ടും ഉണ്ടായിരിക്കും. കല്യാണം ചെയ്താൽ പിന്നീട് ഉമ്മമാർക്ക് ഒരു പക്ഷേ പല ഡൗട്ടുകൾ ഉണ്ടാകും. ആ പേരിൽ ഉമ്മയൊന്നും നമ്മൾ പറയരുത്. ഞാനാണ് ഉമ്മ എങ്കിൽ ഞാൻ എന്തായിരിക്കും എന്റെ മക്കളോട് ഈ ടൈമിൽ പറയുക? ഈ രൂപത്തിൽ മനസ്സുകൊണ്ട് കണക്കൂട്ടിയായിരിക്കണം നമ്മുടെ ഉമ്മയെയും ഉപ്പയും നമ്മൾ ഉൾക്കൊള്ളുന്നത്. സഹോദരന്മാരെ, വല്ലാത്ത കടമയാണ് ഉമ്മയോടും ഉപ്പയോടുമുള്ളത്. അവർക്ക് ഒരാൾ ഗുണം ചെയ്താൽ അവർക്ക് അള്ളാഹു ദീർഘായുസ് നൽകുന്നതാണ്. ദീർഘായുസ് മാത്രമല്ല, അവർക്ക് അള്ളാഹു തആല ഇവനക്ക് തിരിച്ചു നൽകാൻ, തിരിച്ചു ഗുണങ്ങൾ ചെയ്യാൻ മക്കളെയും കൊടുക്കുന്നതാണ്. ആ മക്കൾ ഇവന് ഗുണം ചെയ്യുന്നതാണ്. സ്നേഹത്തിന് ഉമ്മയ്ക്ക് ചുംബനങ്ങൾ കൊടുക്കണം. ഉമ്മാനോട് ദുആ ചെയ്യാൻ പറയണം. ഉമ്മാനെ ആലിംഗനം ചെയ്യണം. ഇതൊന്നും നമ്മൾ മറക്കരുത് കേട്ടോ. മരിച്ച് ഖബറിൽ പോയ ശേഷം പിന്നെ ചിന്തിക്കാനുള്ളതല്ല ഇത് ജീവിതകാലത്ത് ചെയ്യേണ്ടതാണ്. ഇത് നീ ചെയ്യാതിരുന്നാൽ നിന്റെ മക്കളും ഇതുപോലെ തന്നെ ആകുന്നതാണ്. നമ്മുടെ നാട്ടിലും നമ്മുടെ അയൽപക്കത്തൊക്കെ അതിന്റെ എത്രയോ ചിത്രങ്ങൾ കഴിഞ്ഞു പോയതാണ്. സൂക്ഷിക്കണം, സൂക്ഷിക്കണം. ഇനി ദുനിയാവിന്റെ വിഷമങ്ങളിൽ പെട്ടാൽ തന്നെ ആഖിറത്തിൽ എത്തുമ്പോ വലിയ ശിക്ഷയാണ് കേട്ടോ. ഉമ്മമാരെ പൊരുത്തമില്ലാത്തവർക്ക്, ഉപ്പമാരെ പൊരുത്തമില്ലാത്തവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ സാധ്യമല്ല. നൊന്ത് പ്രസവിച്ച ഉമ്മ, മുലയൂട്ടി പോറ്റിയ ഉമ്മ, 7 വയസ്സ് 8 വയസ്സ് 10 വയസ്സ് വരെ ഡ്രസ് അലക്കി കൊടുത്ത ഉമ്മ, അതാ എല്ലാം ചെയ്തു കൊടുത്ത് സ്കൂളിലേക്കും മദ്രസയിലേക്കും അയച്ച ഉമ്മ, ഇവൻ പിന്നീട് ഒരു ചെറുപ്പക്കാരനായി. പിന്നീട് ഇവൻ എവിടൊക്കെ പോയി അത്യാവശ്യം പണക്കാരനാകുമ്പോ ചെറുചെറുക്കുള്ള ഒരു പെണ്ണിനെയും കൊണ്ടുവന്നിട്ട് ഈ പെണ്ണിനെ വേണ്ടി ഉമ്മയെ എതിർത്തതായ മക്കളെ, ഉമ്മയോട് വെറുപ്പ് വെച്ച മക്കളെ, ആ ഉമ്മയോട് വെറുപ്പുണ്ടാക്കാൻ വേണ്ടി ആ പെണ്ണിൻ ആ ഭർത്താവിന്റെ കാതിൽ പെറ്റ തള്ളയുടെ പെറ്റ തള്ളയെ സംബന്ധിച്ച്, ഭർത്താവിന്റെ കാതിൽ പെറ്റ തള്ളയെ സംബന്ധിച്ച് അഥവാ അമ്മായിമ്മയെ സംബന്ധിച്ച് വേണ്ടാത്തത് പറഞ്ഞ പെണ്ണെ, റബ്ബ് നിന്നെ വെറുതെ വിടുകയില്ല.